2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17.19 ലക്ഷം വോട്ടർമാർ അസാധാരണമാം വിധം അർദ്ധരാത്രിയിൽ വോട്ടു ചെയ്തുവെന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. പോളിംഗ് ദിവസം വൈകുന്നേരം 5 മണിക്ക് 68.04% വോട്ടിംഗ് നില അർദ്ധരാത്രിയോടെ 76.50% പുതുക്കപ്പെട്ടു. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് 81.79% എന്ന അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചത്. അധികൃതരുടെ ഈ തിരുത്തൽ പ്രഖ്യാപനങ്ങളിലെ ദുരൂഹതയിലേക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകർ വിരൽ ചൂണ്ടുന്നത്. രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ 52 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ ഏകദേശം 17.19 ലക്ഷം വോട്ടുകൾ, അതായത് ആകെ വോട്ടിന്റെ 4.16% രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. 3500 ബൂത്തുകളിൽ രാവിലെ 2 മണിവരെ വോട്ടെടുപ്പ് തുടർന്നു. അതായത് അർദ്ധരാത്രിക്ക് ശേഷം ചില ബൂത്തുകളിൽ ഓരോ 6 സെക്കൻഡിലും ഓരോ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ നിരത്തി സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വോട്ട് ചെയ്താൽ EVM-ൽ അടുത്ത വോട്ട് രേഖപ്പെടുത്താൻ 14 സെക്കൻഡ് സമയമെടുക്കും. പിന്നെങ്ങനെ 6 സെക്കൻഡ് കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനാകും? ഒരു വോട്ടർക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ബൂത്തിൽ കയറി നടപടി പൂർത്തീകരിച്ച് വോട്ട് ചെയ്ത് മടങ്ങാനാകുമോ? അദ്ദേഹം ചോദിക്കുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം രാത്രി 11:45 പുലർച്ചെ 2 ശരാശരി 20 സെക്കൻഡിൽ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രായോഗികതയിലേക്കും വിരൽ ചൂണ്ടുകയാണ് പരകാല പ്രഭാകർ. ഓരോ ബൂത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോം 17C എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചോദിച്ചു. വോട്ടർ പട്ടികകൾ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വതന്ത്ര പരിശോധനയെ ഇത് ദുഷ്കരമാക്കും. വിശ്വാസ്യത ഉറപ്പാക്കാൻ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നത് നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.